മെല്ലെ തുടങ്ങിയാൽ മതി. നിങ്ങൾ കുറച്ച് സൈലൻസ് പഠിക്കുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സൈലൻസിൽ മെല്ലെ തുടങ്ങിയാൽ മതി കേട്ടോ. നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ ആദ്യമായിട്ടാണ് മലയാളത്തിൽ അങ്ങനത്തെ ഒരു പരിപാടി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. സാധാരണ വായിക്കാൻ കിട്ടാറുള്ള സ്ക്രിപ്റ്റുകളും ഒന്നും അങ്ങനത്തെ ഒരു ഈ ജോണർ ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നുമല്ല. അപ്പോൾ അത് വായിച്ചപ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ആദ്യം നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമ്മൾ ഫുട്ടേജ് എക്സ്പീരിയൻസുകൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ ചെയ്ത പടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫിസിക്കലി കഷ്ടപ്പെട്ട പടം. മനസ്സ് ഇപ്പം താരത്തിനാണ് എല്ലാവരും ഒരു സ്ഥലത്തും സെറ്റ് ആവുമല്ലോ. സെറ്റായി കഴിഞ്ഞാൽ ഒരു ആവശ്യം വരണമെങ്കിൽ ഇപ്പം കോസ്റ്റ്യൂമിലെ ആൾക്കാരാണെങ്കിലും ആരാണെങ്കിലും പല കീറി ഇറക്കണം. എന്തൊരു സാധനം പറഞ്ഞാലും ഒരു 8 ആൾക്കാർ പുറത്തേക്ക് വരണം. കാരണം നമുക്ക് വണ്ടി നിർത്തില്ലായിരുന്നു. ഓടണ്ട, മെല്ലെ ചെയ്താൽ മതി. സ്ക്രിപ്റ്റിൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുണ്ട്. എങ്ങനെയാണ് ക്യാമറ അവർ ഹോൾഡ് ചെയ്യുന്നത്, അവരത് ഓടുന്നതാണോ നടക്കുകയാണോ, നടക്കുമ്പോഴും അവർ എവിടെ ക്യാമറ വെച്ചിരിക്കുന്നത്, അവർ ബോഡി പിക്ക് ചെയ്തിട്ടുണ്ടോ. Roll camera. Action. ഇവരുടെ കൂടെ തന്നെ ക്യാമറ നമുക്ക് മൂവ് ചെയ്ത് പോകേണ്ട പല സ്ഥലങ്ങളുണ്ട്. ചിലപ്പോൾ ഗായത്രിയും വിശാഖും നേരത്തെ പറഞ്ഞാലും വന്നിട്ടുണ്ട്. അവരുടെ കൂടെ എല്ലാം എങ്ങനെ ക്യാമറ മൂവ് ചെയ്യണമെന്നില്ല. പക്ഷെ അത് അവരുടെ ഒരു സിങ്കായിരുന്നു. ഗോകുലിന്റെയും ഗായത്രിയുടെയും വിശാഖിന്റെയും ചേച്ചിയും ഒരു സമയത്തുമ്പോഴേക്കും ചേച്ചിയും ജസ്റ്റ് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പറയാം, ഒരു ചെറിയൊരു സാധനം പറയാന്ന് പറഞ്ഞു. പറയുന്ന ചെറിയൊരു കപ്പലുണ്ടാക്കണം പറഞ്ഞു. ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ സാധനം ചെയ്താലോ, അങ്ങനെ സിനിമയിലൊന്നും അധികം കണ്ടിട്ടില്ല കപ്പലുണ്ടാക്കിയെന്നൊക്കെ. അപ്പോൾ അതിൽ ധാരാളം കാണുന്നുണ്ട്. ലൊക്കേഷൻ എങ്ങനെയാണ് നമ്മൾ സാധാരണ സിനിമയിൽ കാണുമ്പോൾ പോലെയല്ല, ലക്ഷം വ്യത്യാസം വേണം എന്നിട്ട് കുറച്ച് റെഫറൻസ് എനിക്ക് കാണിച്ചു തന്നു. ആ ഷോട്ട് നമ്മള് രാവിലെ എടുത്തപ്പോ തന്നെ കണക്ഷൻ കിട്ടി. ഓക്കെ ഷോട്ടാണ് നമ്മുടെ വൺ ഓഫ് ദോസ് മൂമെന്റ്സ് ആയിരുന്നു. കണ്ടിട്ട് അപ്പം തന്നെ നോക്കിയിട്ട് റെവനന്റ് പിന്നെ ഇതിൽ കട്ടില്ലാത്തതുകൊണ്ട് 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അത്രയും സമയം ചെയ്തിട്ട് നടന്നില്ലെങ്കിൽ പിന്നെ ആദ്യം മുതൽ ചെയ്യണം. സൈഡിലിരിക്കുന്നതിൽ ചേച്ചി ഗായത്രി ഓക്കെ ഉണ്ടാവും എന്ന് പറയുമ്പോഴാണ് ഞാൻ പോയി വീഴുന്നൊക്കെ. സോ വി ഹാഡ് എ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. അത് ഇപ്പൊ സംസാരിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ എന്തുമാത്രം അതെന്തായിരുന്നു എക്സ്പീരിയൻസ് എന്നുള്ളത്. സോറി, കോൺഫിഡൻസ് എന്താണെന്നുള്ള ആക്ച്വലി എനിക്കും ധാരണയില്ലാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് റെഫറൻസ് തന്നത്. പക്ഷെ ഈ ഒരു റെഫറൻസിന് സൈഡിലോട്ടൊന്നും പറയണം. കാരണം അത് തന്ന റെഫറൻസിലൊന്നും ഇതുപോലെ ഒരു ഫോൺ ഫുട്ടേജ് സിനിമയിൽ ഇങ്ങനെ രണ്ടുപേരും അടിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല.